നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ഹലോ. ഹലോ, ഞാനാടോ. മനസ്സിലായടോ, പറ. തന്റെ അമ്മായിച്ചൻ എന്നെ കാണാൻ വന്നിരുന്നു. എന്നിട്ട് അവര് സൂര്യപ്രഭയിൽ പോയി തിരിച്ചു വരുന്ന വഴിയായിരുന്നു അത്രേ. സൂര്യപ്രഭയിലോ? തന്റെ ഭാര്യ പൂജയ്ക്കെതിരെ ആരോ കൂടോത്രം ചെയ്തെന്നാ ഇപ്പൊ നന്ദഗോപന്റെ വിശ്വാസം. കൂടോത്രോ? താനെന്ത് വിട്ടിത്തോയി പറയുന്നത്? ഇതേ ചോദ്യം ഞാൻ പുള്ളിയോടും ചോദിച്ചു. പക്ഷേ നന്ദഗോപൻ വിശ്വസിക്കുന്നത് കമ്മീഷണർ നിങ്ങളുടെ കുടുംബത്തെ ഇല്ലാതാക്കാൻ എന്തോ ചെയ്തു തുടങ്ങിയെന്നും അത് ഫലിക്കുന്നുണ്ടോ എന്നുവാ. ഈയിടെ പൂജയുടെ സ്വഭാവത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാ നമ്മളൊക്കെ മനുഷ്യരാണല്ലോ, എല്ലായ്പ്പോഴും ഒരുപോലെ ഇരിക്കാൻ പറ്റില്ലല്ലോ. മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാവില്ലേ? അത് നമുക്ക് മനസ്സിലാവും. പക്ഷേ പഴയ ആളുകൾ അതിനെ അങ്ങനെ മനസ്സിലാക്കണമെന്നില്ല. അപ്പോ താൻ പറയുന്നത് അവൾക്കെതിരെ ആ കമ്മീഷണർ ദുർബന്ധവാദം ചെയ്യുന്നു എന്നാണോ? എന്നാ സ്വാമിജി പറഞ്ഞോ? എടോ, അദ്ദേഹം അങ്ങനെ ഒരാളല്ലല്ലോ കിരൺ. സ്വാമിജി പറഞ്ഞത് പൂജയുടെ മനസ്സ് മറ്റാരുടെയോ സ്വാധീനത്തിലാണ് എന്നാണ്. അതാരോ ചെയ്യുന്ന ദുർമന്ത്രവാദമായി മനസ്സിലാക്കിയത് തന്റെ അങ്കിളും ആന്റിയും ആണ്. എനിവേ, ആക്സിഡന്റിന് ശേഷം പൂജ എവിടായിരുന്നു കുറച്ചു ദിവസമൊന്ന് നമുക്ക് അന്വേഷിക്കാം. ചിലപ്പോൾ എന്തെങ്കിലും സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റിന് പൂജ വിധേയമായിട്ടുണ്ടെങ്കിലോ. സ്വാമിജി പറയുന്ന മനസ്സിന്റെ നിയന്ത്രണം അങ്ങനെ സംഭവിക്കാലോ. എന്തായാലും കുറച്ചു ദിവസം കഴിയട്ടെ. ഇപ്പൊ അവളാകെ വിഷമിച്ചിരിക്കുക. ഇതിനിടയിൽ ചോദ്യം ചെയ്യൽ കൂടിയായാൽ അത് ശരിയാവില്ല. ശരി. പിന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാനിപ്പോ വിളിച്ചത്. എന്താടോ? തന്റെ നന്ദനങ്കിൾ ആ കമ്മീഷണറെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. പല പ്രാവശ്യം അയാളുടെ വീട്ടിൽ പോയിട്ടും അയാളെ കണ്ടില്ല. അയാളോട് പോയി? അറിയില്ല. സസ്പെൻഷനിലായതുകൊണ്ട് ഓഫീസിൽ വരാറില്ല. പക്ഷെ ഒരു തവണ അവരെ നേരിട്ട് കാണുകയും പരസ്പരം വെല്ലുവിളിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എപ്പോഴാണ് നടന്നത്? നിങ്ങളുടെ അപകടത്തിന് ശേഷം. അപകടത്തിന് മുമ്പ് അർജുൻ അയാളെ കണ്ടിരുന്നുവെന്ന് ഞാൻ അപ്പൊ പറഞ്ഞുപോയി. ഈ അപകടം കമ്മീഷണർ ഉണ്ടാക്കിയതാണോ എന്ന് നന്ദഗോപൻ സംശയിക്കുന്നുണ്ട്. താൻ എന്താണെന്ന് കമ്മീഷണറോട് സംസാരിച്ചതെന്നും എവിടെ വെച്ചാണ് കണ്ടതെന്നും എന്നോട് കുറെ ചോദിച്ചു. അത് രഹസ്യമായിരിക്കണമെന്ന് താൻ പറഞ്ഞതുകൊണ്ട് ഞാനത് അറിയിച്ചിട്ടില്ല. പക്ഷേ തന്നോട് വന്നത് ചോദിക്കാൻ ഇടയുണ്ട്. അത് ഞാൻ മാനേജ് ചെയ്തോളാം. എടോ, ഞാൻ അന്വേഷിച്ചു വന്നത് കമ്മീഷണറുടെ പെങ്ങളുടെ വീട്ടിലാണെന്ന് അങ്കിൾ അറിഞ്ഞു കഴിഞ്ഞാൽ അങ്കിൾ അന്വേഷിച്ച് അങ്ങോട്ട് ചെല്ലും. ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർ കാണാതിരിക്കുന്ന നല്ലത്. അതെ, താൻ പറഞ്ഞത് പ്രകാരം ആ സ്ത്രീയുടെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. ഇപ്പോ അതിന് കാരണം താനാണെന്നൊരു കുറ്റബോധം നന്ദൻ ഉണ്ടാകാതിരിക്കാൻ ആ കൂടിക്കാഴ്ച ഒഴിവാക്കുന്നത് നല്ലത്. ശരി കിരൺ, ഞാൻ തന്നെ വിളിച്ചോളാം. ഓക്കെ അർജുൻ, ബൈ. ആ കമ്മീഷണർ സ്ഥലത്തില്ലെങ്കിൽ അയാൾ എവിടെ പോയതായിരിക്കും? എന്തായിരിക്കും അയാളുടെ അടുത്ത ലക്ഷ്യം? ഹലോ. അതെ, വെറുതെ ഇരുന്ന് മുഷിഞ്ഞെങ്കിൽ ഇതാ ഇത് കഴിച്ചോ. എന്താ അത്? ആപ്പിളാ, നല്ല മധുരമുണ്ട്. താനോട് ഇരിക്കേ. പൂജ, ദേ, ഈ വീട്ടിലെ ഓരോരുത്തരുടെ മനസ്സിനെ പറ്റി ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള ആളാ താൻ.
ഇതിനേക്കാൾ കൂടുതൽ ഇഷ്യൂസ് ഈ വീട്ടിൽ താൻ നേരിട്ടിട്ടുമുണ്ട്. അന്നൊന്നും വാക്കുകൊണ്ട് പോലും താൻ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എങ്ങനെയാണ് ഇത്രമാത്രം സഹനശക്തി തനിക്ക് കിട്ടിയതെന്നുള്ള കാര്യം ഓർത്ത് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് സങ്കടപ്പെടുകയും വിഷമിക്കുകയും ചെയ്ത അക്കാലത്ത് പോലും ആരോടും വഴക്കുണ്ടാക്കുകയോ എതിർത്ത് സംസാരിക്കുകയോ പോലും ചെയ്തിട്ടില്ല. എന്നിട്ടിപ്പോ ആരും ഒരു പ്രകോപനം ഉണ്ടാക്കാതിരിക്കുന്ന ഈ സമയത്ത് തന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊക്കെ. അയ്യോ, ഞാൻ എന്ത് പറഞ്ഞു അജുവേട്ടാ? എടോ, ഞാൻ തർക്കിക്കാൻ പറഞ്ഞല്ല പൂജ, മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാ. എന്തായാലും മുമ്പ് അനുഭവിച്ചതൊന്നും ഇപ്പൊ തനിക്ക് അനുഭവിക്കേണ്ടതില്ലല്ലോ, അത് ഉറപ്പല്ലേ? എല്ലാം സമ്മതിച്ചു കൊടുക്കുന്നതാണ് ബുദ്ധി എന്ന് തോന്നുന്നു. ആ അതെ അജുവേട്ടാ, ഉറപ്പാ. എനിക്ക് ഈ വീട്ടിലുള്ള ആളുകളുമായിട്ടുള്ള അടുപ്പവും ബന്ധവും എന്താണെന്ന് പൂജയ്ക്കറിയാലോ. എനിക്കറിയാം ചേട്ടാ, അവരില്ലാതെ അജുവേട്ടനൊരു ജീവിതം ഇല്ലെന്ന് എനിക്കറിയാം. അങ്ങനെയുള്ളപ്പോ താൻ അവരുമായിട്ടൊക്കെ ഒന്ന് പിണങ്ങിയാലോ ബഹളം വെച്ചാലോ ഞാൻ അത്രമാത്രം വിഷമിക്കുമെന്ന് തനിക്ക് ഊഹിച്ചൂടെ? എനിക്കറിയാം ചേട്ടാ, രാവിലെ പെട്ടെന്ന് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞുപോയി. അങ്ങനെ പെട്ടെന്ന് ഓരോന്ന് പറയുന്ന ആളല്ലല്ലോ പൂജ എന്നുള്ളത് അവരുടെ സങ്കടം. പൂജയോട് എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ക്ഷമ ചോദിക്കാൻ തയ്യാറാ. അതിനുശേഷം താനും അതിന് തയ്യാറാവണം. അത് ശരി. അപ്പൊ സാധാരണ കുടുംബകലഹം ഉണ്ടാക്കുന്നത് പോലെ വീട്ടുകാരുമായി ഉടക്കുണ്ടാക്കി കാര്യം നടത്താൻ ഇവിടെ പറ്റുമെന്ന് തോന്നുന്നില്ല. മാറ്റിപ്പിടിക്കേണ്ടിയിരിക്കുന്നു. താൻ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല ചേട്ടാ. അല്ല, അവർക്കൊക്കെ വിഷമായിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കണല്ലോ എന്ന് വിചാരിച്ചതാ. ആ, അതാണ് വേണ്ടത്. ഇന്ന് കണ്ടില്ലേ, ഒരാളും ഭക്ഷണം കഴിച്ചിട്ടില്ല. സന്തോഷമില്ലാതായ ഈ വീട്ടിലെ പതിവ് അതാ. അതിന് ഞാനാണോ കാരണം? താൻ തന്നെ ആലോചിച്ച് നോക്ക്. ഞാൻ ചെന്ന് എല്ലാരെയും വിളിച്ചാലോ? മിടുക്കി, പറ്റുമെങ്കിൽ ഒരു സോറിയും പറഞ്ഞേക്ക്. അപ്പൊ ഒരു കാര്യം വന്നാ അവസാനം താൻ വീട്ടുകാരുടെ കൂടെ നിൽക്കും, അതെനിക്ക് ഉറപ്പായി. ഇതാ കഴിക്കണേ. ആ എടോ, പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. എന്താ ചേട്ടാ? ഈ അപകടത്തിന് തൊട്ടു മുമ്പ് നമ്മൾ രണ്ടാളും കാറിൽ എത്ര സന്തോഷിച്ചാ പോയിരുന്നെന്ന് നമുക്കറിയാം. പക്ഷെ അതിനുശേഷം നമ്മൾ രണ്ടുപേരെയും രണ്ടിടത്തുനിന്ന് കിട്ടിയത്. അതിനിടയിൽ എന്താ ഉണ്ടായെന്ന് പോലീസിന് അറിയണമെന്ന് പറയുന്നു. അതെനിക്ക് ഓർമ്മയില്ലല്ലോ. ഓർമ്മ വീണ്ടെടുക്കാൻ അവർക്ക് ഒരുപാട് മാർഗങ്ങളുണ്ടല്ലോ, അതവർ നോക്കിക്കോളും. ആ എടോ, താൻ പേടിക്കൊന്നും വേണ്ട. ആ സമയത്ത് എന്താ ഉണ്ടായതെന്ന് അറിയുന്നത് കേസിന് ഒരുപാട് ഗുണം ചെയ്യുന്ന കിരൺ പറയുന്നത്. ആരാ കിരൺ? കിരൺ അറിയില്ലേ? SP കിരൺ. എന്നാ താൻ ചെല്ല്. ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം.